ഈ ദിവസത്തിലെ നോയമ്പുകാല ധ്യാനത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ക്രിസ്തുവേശുവിൽ പ്രിയപ്പെട്ടവരെ, ഇന്ന് ഒരുമിച്ച് ധ്യാനിപ്പാനായി ഞാൻ തിരഞ്ഞെടുക്കുന്ന വേദഭാഗം പുറപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിന്റെ 5-ാം വാക്യമാണ്. ഇപ്രകാരം നാം വായിക്കുന്നു: നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധമാകിയാൽ നിന്റെ കാലിലെ ചെരുപ്പ് അഴിച്ചു കളക. പാദം വളരെ ശ്രദ്ധിക്കേണ്ടതായ ഒരു മനുഷ്യ ശരീരത്തിന്റെ ഭാഗമാണ്. എന്നാൽ നാം അധികം സംരക്ഷണം നൽകാത്തതും പരിരക്ഷ നൽകാത്തതുമായ ഒരു ശരീരഭാഗമായി പാദം മാറിയിരിക്കുന്നു. ഏറ്റവും മൃദുവായി കോശങ്ങൾ ഉള്ളതായ ശരീരഭാഗമാണ് പാദമെന്ന് വൈദ്യശാസ്ത്രം ഓർമ്മിക്കുന്നു. പലപ്പോഴും ഡോക്ടർമാർ നൽകുന്ന ഉപദേശം വളരെ ശ്രദ്ധയോടുകൂടി നമ്മുടെ പാദം സൂക്ഷിക്കുക എന്നതാണ്. ഒരു ചെരുപ്പുകളുടെ പരസ്യ പ്രകാരം വായിക്കുവാനായി ഇടയായി. നിന്റെ പാദങ്ങൾക്ക് എന്തോ പറയുവാനുണ്ട്. ജീവിതത്തെക്കുറിച്ച് നമ്മുടെ പാദങ്ങൾ എല്ലാം അറിയുന്നു. നമ്മുടെ ജീവിതത്തിന്റെ വിജയം, പരാജയം, വീഴ്ച, പരീക്ഷണങ്ങൾ ഇവയെല്ലാം അറിയുന്നു എന്നത് നാം മനസ്സിലാക്കുക. കർത്താവായ യേശുക്രിസ്തുവിന്റെ ശുശ്രൂഷയിൽ ഒരു സ്ത്രീ യേശുവിന്റെ പാദം കണ്ണീരുകൊണ്ട് കഴുകിയതായി നാം വായിച്ച് മനസ്സിലാക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, കർത്താവിന്റെ നിത്യമായ സുവിശേഷത്തെ അത്രമാത്രം സ്നേഹിക്കുന്നതിനാണ് ആ സ്ത്രീ അപ്രകാരം ചെയ്തെന്ന് നാം മനസ്സിലാക്കുക. നമ്മുടെ പാദങ്ങൾക്ക് ഈ നോമ്പ് കാലഘട്ടത്തിൽ ചിലത് പറയുവാണെന്നത് ഓർമ്മിക്കട്ടെ. ശിഷ്യന്മാരുടെ സംവാദം തങ്ങളുടെ കുടുംബത്തിൽ ആരാണ് വലിയവൻ എന്ന് അവർ സംവാദം നടത്തിയപ്പോൾ ഇന്നും ഇത് പ്രസക്തമായി മാറിക്കൊണ്ടിരിക്കുന്നു. ആരാണ് വലിയവൻ? സഭയിൽ, സമൂഹത്തിൽ, കുടുംബത്തിൽ ആരാണ് വലിയവനെന്ന ചോദ്യം ഉയർത്തുമ്പോൾ മാതൃകയായി നമ്മുടെ കർത്താവ് നമുക്ക് കാണിച്ചു തന്നത് ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകി അത് തുവർത്തി അപ്രകാരം ശുശ്രൂഷയുടെ സേവനത്തിന്റെ മാതൃക കർത്താവ് നമ്മെ കാണിച്ചത് നാം മറക്കരുത്. മോശയോട് ദൈവത്തിൻ്റെതായ ആലോചനയാണ് വായിച്ചതായ വേദഭാഗം. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഇവിടെ സൂക്ഷ്മതയോടുകൂടി ജീവിതമാകുന്ന പാദങ്ങളെ വെടിപ്പാക്കുവാനായി ഇടയാകട്ടെ. മോശയോട് കർത്താവ് പറയുന്നു, നിന്റെ ചെരുപ്പ് നീ അഴിച്ചു കളയുക. ഭക്തിയോടുകൂടി ക്രൈസ്തവ സമൂഹം പ്രവേശിക്കുന്ന കാലഘട്ടമാണല്ലോ നോയമ്പ് കാലഘട്ടവും കർത്താവ് ആഴ്ചയിലെ എല്ലാവിധമായ ജീവിത പ്രവർത്തികളും. കുറവുകളെ ഓർക്കുവാനും ഉപേക്ഷിക്കുവാനുമായി നമുക്ക് ഇടയാകട്ടെ. മോശയുടേതായ ആത്മതപനത്തിന്റെ പ്രകാരം ഒരു ചിന്തകൻ പറഞ്ഞിട്ടുണ്ട്: ഞാൻ ചെരുപ്പുകളെ ഊരി ദൈവത്തിന്റെ തീയുടെ ചൂടുള്ള മണ്ണിൽ എന്റെ കാൽപാദങ്ങൾ ചവിട്ടും. ദൈവത്തിന്റെ തീ ചൂടുള്ളതായ ആ മണ്ണിലേക്ക് എന്റെ കാൽപാദങ്ങൾ ചവിട്ടുമ്പോൾ ആ ചൂട് ഉള്ളങ്കാൽ കൊണ്ട് ഞാൻ അറിയണം. ആലയത്തിൽ പാദങ്ങൾ പുറത്തിടുവാൻ നാം ആവശ്യപ്പെടുന്നത് ഇതുകൊണ്ടാണ്. ചെരുപ്പ് ലോകരൂപത്തിന്റെ താല്പര്യങ്ങളെ ഓർപ്പിക്കുന്നുവെങ്കിൽ ഈ നോയമ്പ് കാലഘട്ടത്തിൽ ലോകരൂപത്തിന്റെ താല്പര്യങ്ങളെ പുറത്തിടുവാനായി വചനത്തിലൂടെ നമ്മെ ആഹ്വാനം ചെയ്യുക.